ഇപ്പോൾ ഇന്നലെ ഒരു ചാനലിൽ ശ്രീ എം എൻ കാരശ്ശേരി പറയുന്നത് കേൾക്കാനിടയായി. അദ്ദേഹം വളരെ ശക്തമായ രീതിയിലാണ് ഈ നിലപാടിനെ ആക്ഷേപിക്കുന്നതായി കണ്ടത്. എന്താ കാരണം? കോൺഗ്രസിൻ്റെ നിലപാടുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യസ്തത സാധാരണ പ്രകടിപ്പിക്കുന്നയാളല്ലല്ലോ അദ്ദേഹം. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ആപത്ത് തിരിച്ചറിയുന്ന ഒട്ടേറെ കോൺഗ്രസ്സുകാരായവരടക്കം ഉണ്ട് എന്നതാണ് നാം കാണേണ്ടത്. ഇപ്പോൾ ഹിന്ദുത്വ എങ്ങനെയാണോ ഹിന്ദു മതരാഷ്ട്രവാദത്തെ ഉയർത്തിപ്പിടിക്കുന്നത്, അതേ രീതിയിൽ തന്നെയാണ് ഇസ്ലാമിക രാഷ്ട്രനിർമ്മാണം ജമാഅത്തെ ഇസ്ലാമി ലക്ഷ്യമിടുന്നത്. ഇതാണ് ശ്രീ എം എൻ കാരശ്ശേരിയും ഇന്നലെ പറയുന്നതായി കണ്ടത്. ഹിന്ദുത്വക്ക് ഹിന്ദു വിശ്വാസവുമായി ഒരു ബന്ധവുമില്ല എന്നത് അനുഭവത്തിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുതന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി പോലുള്ള രാഷ്ട്രീയ ഇസ്ലാമിന് സാധാരണഗതിയിലുള്ള ഇസ്ലാം വിശ്വാസികളുമായിട്ട് ഒരു ബന്ധവുമില്ല എന്നത് നാം കാണേണ്ടത്. ഇപ്പോൾ നമ്മുടെ ലോകത്തിൻ്റെ അനുഭവം പരിശോധിച്ചാൽ മുസോളിനി പ്രാചീന റോമിൻ്റെ പാരമ്പര്യം, ഹിറ്റ്ലർ ആര്യവംശ പാരമ്പര്യം, ഇതെല്ലാം ഇളക്കി വിട്ടുകൊണ്ട് നടത്തിയ പ്രവർത്തനങ്ങളുണ്ടല്ലോ. അതിന് തുല്യമായിട്ടുള്ളതാണ് ഇവിടെ മതാത്മകമായ ദേശീയത ഹിന്ദുത്വവാദികളുടെ ഭാഗത്ത് നിന്ന്, പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ വേറൊരു ഭാഗത്ത് ഒരേ രീതിയിൽ കാര്യങ്ങൾ നിർവഹിക്കാൻ നോക്കുന്നത്. അപ്പോൾ മതരാഷ്ട്രവാദമാണ് ഇവർ എല്ലാവരുടെയും അടിസ്ഥാനം. അതിനൊരു അടിസ്ഥാനമായ ആശയ പരിസരം ഈ നിലയിലാണ് എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. മതം നിയന്ത്രിക്കുന്ന പരമാധികാര ഭരണകൂടം, അതാണ് ഇവരെല്ലാം സ്വപ്നം കാണുന്നത്. ഇന്ത്യൻ ഭരണഘടനയും മതനിരപേക്ഷതയും ബഹുസ്വരതയും അംഗീകരിക്കുന്ന മുസ്ലിങ്ങൾ അവർ ഇസ്ലാമിന് പുറത്താണ് എന്നാണ് മൗദൂദി നേരത്തെ തന്നെ പറഞ്ഞു വച്ചിട്ടുള്ളത്. കുതുബത്ത് എന്ന തൻ്റെ ഗ്രന്ഥത്തിൽ ജനാധിപത്യത്തെയും ആധുനിക പൗരനിയമങ്ങളെയും ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന് കൽപ്പിച്ചുകൊണ്ട് തള്ളിക്കളയാനും മൗദൂദി ആഹ്വാനം ചെയ്തിട്ടുണ്ട്. മതത്തെ രാഷ്ട്രമായി നിർവചിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. മതഭരണകൂടം സ്ഥാപിക്കണമെന്നും അതിനായി രക്തസാക്ഷിയാവണം എന്നുമാണ് മൗദൂദി പറഞ്ഞിട്ടുള്ളത്. മൗദൂദിയൻ ആശയങ്ങൾ അങ്ങേയറ്റം ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന് പറഞ്ഞതാരാ? അത് ജമാഅത്തെ ഇസ്ലാമി ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം കൊടുക്കുന്നത് 2011 ഏപ്രിൽ 18-നാണ്. വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ പ്രഖ്യാപന ചടങ്ങിൽ അതിഥിയായി പങ്കെടുത്തവരിൽ ജമാഅത്ത് പരിവാറിൽ പെടാത്ത ഒരൊറ്റ വ്യക്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചടങ്ങിൽ ആശംസ അർപ്പിച്ച ആ വ്യക്തിയുടെ പേര് ഡോക്ടർ ജെ കെ ജെയിൻ എന്നായിരുന്നു. BJP ദേശീയ ന്യൂനപക്ഷ മോർച്ചയുടെ അന്നത്തെ അധ്യക്ഷൻ. അതിന് 5 മാസങ്ങൾക്ക് മുൻപ് 2010 നവംബർ 12-ന് ജമാഅത്തെ ഇസ്ലാമിക്ക് അനുകൂലമായി ഇതേ ജെ കെ ജെയിൻ നൽകിയ പത്രപ്രസ്താവന ഇന്നും BJPയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലുണ്ട്.
അതിൻ്റെ തലക്കെട്ട് ഡൽഹി രാംലീല മൈതാനത്ത് ഗരീബി ഹഠാവോ റാലി നടത്താൻ ജമായത്തെ ഇസ്ലാമിക്ക് അനുമതി നിഷേധിച്ച UPA സർക്കാരിനെതിരായിരുന്നു. BJP ന്യൂനപക്ഷ മോർച്ച അധ്യക്ഷൻ്റെ പ്രസ്താവന അതായിരുന്നു. RSSുമായി ഈ അടുത്ത കാലത്തു കൂടി രഹസ്യ ചർച്ച നടത്തിയവരാണ് ജമാഅത്തെ ഇസ്ലാമി. (2023) ആ ചർച്ച. ഇക്കഴിഞ്ഞ ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിലും ഈ അവിശുദ്ധ ബന്ധം രാജ്യം കണ്ടതാണ്. ജമാഅത്തെ ഇസ്ലാമിയും BJPയും ഒരുമിച്ച് CPM സ്ഥാനാർത്ഥി മുഹമ്മദ് യൂസഫ് തരിഗാമിയെ പരാജയപ്പെടുത്താൻ അവിടെ ആകാവുന്നതെല്ലാം ചെയ്തു. പക്ഷേ ജനങ്ങൾ അവിടെ CPMനോടൊപ്പം നിന്നു. തരിഗാമി വിജയിച്ചു. RSS BJP പിന്തുണയിൽ മത്സരിച്ച ജമാഅത്ത് സ്ഥാനാർത്ഥി പരാജയപ്പെടുകയും ചെയ്തു. ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതകളുടെ പൊതുശത്രു ഇടതുപക്ഷവും CPIയുമാണ് എന്നതിൻ്റെ ഏറ്റവും ഉറച്ച ദൃഷ്ടാന്തമായിരുന്നു തരിഗാമിക്കെതിരെയുള്ള അവിശുദ്ധ രാഷ്ട്രീയ കൂട്ടുകെട്ട്. തരിഗാമിയുടെ വിജയം മറ്റാരേക്കാളും ജമാഅത്തെ ഇസ്ലാമിക്കേറ്റ തിരിച്ചടി കൂടിയായിരുന്നു. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയെയും BJPയെയും ഒരുപോലെ സന്തോഷിപ്പിച്ച് കൂടെ നിർത്താനാണ് UDF ശ്രമിക്കുന്നത്. അതിനെതിരെ അവരുടെ അണികളിൽ നിന്ന് തന്നെ ഉയരുന്ന എതിർപ്പുകൾക്ക് അവർ ചെവി കൊടുക്കുന്നുമില്ല. എങ്ങനെയും 4 വോട്ട് സമ്പാദിക്കാനാകുമോ? ആ ഒറ്റ അജണ്ടയിൽ നാടിൻ്റെ സമാധാനവും മതനിരപേക്ഷ പാരമ്പര്യവും പണയം വെക്കുകയാണ് UDF ചെയ്യുന്നത്. അതിന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അവരുടെ അണികളിൽ മഹാഭൂരിഭാഗം ഇതിനെല്ലാം എതിരാണെങ്കിലും കുടപിടിച്ച് നിൽക്കുകയും ചെയ്യുന്നു. ഇതാണ് കാണാൻ കഴിയുന്നത്.